നീ കള്ളം പറഞ്ഞതാണല്ലേ? എനിക്ക് നീതി കിട്ടാത്ത ഈ രാജ്യത്ത് ഞാൻ സത്യം പറഞ്ഞ് എന്തിന് ഹരിചന്ദ്രനാവണം? നിനക്ക് നീതി കിട്ടിയില്ല, ശരിയാണ്. പക്ഷേ അതിന് എനിക്കൊന്നും ചെയ്യാൻ കഴിയില്ല. എന്നെ സംബന്ധിച്ച് എനിക്ക് ഈ കേസ് തെളിയിച്ചേ പറ്റൂ. അതുകൊണ്ട് പറ, ആരെ നീ സംരക്ഷിക്കാൻ ശ്രമിക്കുന്നത്? ആരാ ഇതിന് പിന്നില്? ശരിക്കും ആരാ കൊലയാളി? അത് പറയേണ്ടത് എൻ്റെ ജോലിയല്ല, നിങ്ങളുടെ ഉത്തരവാദിത്തമാണ്. നിങ്ങളുടെ ഡ്യൂട്ടിയാണ് കൊലപാതകയെ കണ്ടെത്തുക എന്നുള്ളത്. അല്ലാതെ എൻ്റെ അടുത്ത് ചോദിച്ചിട്ട് ഉത്തരം കിട്ടുമെന്ന് പ്രതീക്ഷിക്കണ്ട. പിന്നെ നീ എന്തിനാ നീയാ കൊലപാതകം ചെയ്തെന്ന് പറഞ്ഞ് ഞങ്ങളുടെ മുന്നിൽ കീഴടങ്ങിയത്? അപ്പോ ആരെയോ സംരക്ഷിക്കാൻ വേണ്ടി നീ മനഃപൂർവ്വം ചെയ്തതല്ലേ? പറയടാ, ആർക്ക് വേണ്ടിയാ നീ ഇത് ചെയ്തത്? അന്വേഷിച്ച കേസെല്ലാം ജയിച്ച വ്യക്തിയല്ലേ സാറ്? എങ്കിൽ സാറ് ഈ കേസും തെളിയിക്കി. പക്ഷേ ആദ്യമായിട്ട് ACP വേണുഗോപാൽ ഈ കേസിൽ തോൽക്കും. നിനക്ക് കണ്ടുപിടിക്കാൻ പറ്റില്ല ആരാ കൊലപാതകയെന്ന്, ഒരിക്കലും. സാർ, ഇവൻ എന്താ ചെയ്യേണ്ടത്? ഇവനൊന്ന് കൊടുത്താലോ? ഒന്നും ചെയ്തിട്ട് കാര്യമില്ല. നമ്മൾ എന്തൊക്കെ ചെയ്താലും ശരി, അവൻ ആ വ്യക്തിയുടെ പേര് പറയില്ല. പിന്നെ വെറുതെ തല്ലി നമ്മുടെ ആരോഗ്യം കളയാമെന്നേ ഉള്ളൂ. എന്തായാലും താൻ ഇവിടെ നിൽക്ക്, ഞാൻ ഒരിടം വരെ പോയിട്ട് വരാം. എന്ത് പറ്റിയാണേട്ടാ? വന്നപ്പോ തൊട്ട് മൂഡ് ഓഫ് ആണല്ലോ. ഞാൻ അന്വേഷിച്ചുകൊണ്ടിരുന്ന ആ കേസില്ലേ, അത് മൊത്തത്തില് കൺഫ്യൂസിങ് ആക്കി. അതെന്താ? വേണുവേട്ടനല്ലേ പറഞ്ഞത് കൊലയാളിനെ പിടിച്ചുന്നും അവൻ കുറ്റം സമ്മതിച്ചു എന്നൊക്കെ. ഇപ്പൊ പിന്നെന്താ പ്രശ്നം? അത് ഞാൻ പറഞ്ഞത് ശരിയാ, അവൻ കുറ്റവും സമ്മതിക്കുകയും ചെയ്തതാ. പക്ഷേ ഫിംഗർ പ്രിന്റ് ടെസ്റ്റ് ചെയ്തപ്പോ അത് മാച്ചിങ് ആവുന്നില്ല. അപ്പോഴാ അവൻ്റെ അടുത്ത് ചോദിച്ചത്. അപ്പം അവനല്ല കൊലപാതകി. ആരാന്ന് ചോദിച്ചിട്ട് അവൻ പറയുന്നില്ല. എന്തായാലും അവനത് പറയില്ല, അത് ഉറപ്പാ. ഈ ഫോട്ടോസൊക്കെ ആരുടെയാ? ഈ ഫോട്ടോയിൽ കാണുന്നവരാ ഈ കേസുമായി ബന്ധപ്പെട്ടവര്. ഇത് റോഹൻ, ഇവനെ ഞാൻ ഇന്നലെ അറസ്റ്റ് ചെയ്തത്. ഇത് താര, ശ്രീലക്ഷ്മിയുടെ അമ്മ. ഇതാണ് ശ്രീലക്ഷ്മി. ഇതാണോ ശ്രീലക്ഷ്മി? ഇവൾക്ക് എന്റെ ഫ്രണ്ടിന്റെ നല്ല ചായ ഉണ്ടല്ലോ. നിന്റെ ഏത് ഫ്രണ്ട്? വേണുവേട്ടാ, അന്ന് ഞാൻ ഒരു ബർത്ത്ഡേ ഫംഗ്ഷന് പോയില്ലേ, അവന്റെ ചായ. അവന്റെ പേരെന്താ? അവൻ ഇപ്പൊ എവിടെ കാണും? അവന്റെ പേര് ശ്രീരാഗ്. അവൻ വീട്ടിൽ കാണുമായിരിക്കും. എന്താ വേണുവേട്ടാ? ശ്രീരാഗോ? നിനക്ക് അവനെ എപ്പോ തൊട്ടാ പരിചയം? അവൻ എങ്ങനെ പരിചയം? ഒരു 1 ഇയറായി കാണും. പരിചയം, ഞാൻ അവന്റെ ഓഫീസിലാണ് വർക്ക് ചെയ്യുന്നത്. താങ്ക് യു മൃദു, താങ്ക് യു സോ മച്ച്. യു ഓൾവേസ് സപ്പോർട്ട് മീ ടു ഔട്ട് ഫ്രം എ ഡിഫിക്കൽട്ട് സിറ്റുവേഷൻസ്. താങ്ക് യു, ഐ ലവ് യു സോ മച്ച്. വേണോട്ടാ, എങ്ങോട്ടേ പോന്നേ? ഇങ്ങേരിക്കിത് എന്തു പറ്റി? നീ ഉറങ്ങിയില്ലേ ഇതുവരെ? അതെന്തായാലും നന്നായി. നിനക്കൊരു ഗസ്റ്റ് ഉണ്ട്. ഗസ്റ്റോ? ആര്? നീ ഇങ്ങനെ തിരക്ക് പിടിക്കല്ലേ, കാണിച്ചു തരാം. ഇങ്ങോട്ട് തന്നെയാ ആളെ കൊണ്ടുവരുന്നത്. അപ്പോ നിനക്ക് തന്നെ മനസ്സിലാക്കാലോ ആരാന്ന്. ആഹാ, വന്നല്ലോ ആള്. നിങ്ങളെ തമ്മിൽ പരിചയപ്പെടുത്തേണ്ട ആവശ്യമില്ല എന്ന് എനിക്ക് നന്നായിട്ടറിയാം. അത് നിങ്ങൾക്കും അറിയാമെന്ന് വിചാരിക്കുന്നു. ഇനി പറ, ശ്രീരാഗ് ആരാ? ശ്രീരാഗും ശ്രീലക്ഷ്മിയും തമ്മിലുള്ള ബന്ധം എന്താ? സാറ് ഇതൊക്കെ അറിയാൻ വേണ്ടിയിട്ടാണ് എന്നെ ഇങ്ങോട്ട് കൊണ്ടുവന്നതെങ്കിൽ ഐ ആം റിയലി വെരി സോറി. എൻ്റെ വായിൽ നിന്ന് ശ്രീരാഗും ശ്രീലക്ഷ്മിയും തമ്മിലുള്ള ബന്ധം
ഒരിക്കലും നിങ്ങൾ അറിയാൻ പോകുന്നില്ല. പിന്നെ നിങ്ങൾ വിചാരിച്ച പോലെ ഞങ്ങൾ രണ്ടുപേരും ആ ഒരു കൊലപാതകത്തിൽ സത്യം പറയുമെന്നും നിങ്ങൾ കരുതണ്ട. നിങ്ങളുടെ ഡ്യൂട്ടിയാണ് കൊലപാതകയെ കണ്ടെത്തുക എന്നുള്ളത്. അല്ലാതെ ഞങ്ങൾ ചോദിച്ച് ഉത്തരം പറഞ്ഞു കഴിഞ്ഞാൽ അതിലൊരു ത്രില്ലില്ലല്ലോ. കൊലപാതകയെ കണ്ടെത്തുക എന്നുള്ളത് എൻ്റെ ഡ്യൂട്ടി തന്നെയാണ്, അത് ഞാൻ സമ്മതിച്ചു. അതുകൊണ്ടാണ് ഇപ്പോൾ റോഹനും ശ്രീരാഗും ഇവിടെ ഇരിക്കാനുള്ള കാരണം. മനസ്സിലായോ? പിന്നെ നിങ്ങൾ പറഞ്ഞില്ലെങ്കിലും അത് കണ്ടെത്താൻ എനിക്ക് നന്നായിട്ടറിയാം. എനിക്ക് ശ്രീരാഗിൻ്റെ ഫിംഗർ പ്രിൻ്റ് വേണം. റോഹൻ കൊലപാതകയല്ല എന്ന് തെളിഞ്ഞു. അപ്പോൾ പിന്നെ ശ്രീരാഗ്, നീയായിരിക്കും കൊലപാതകയെന്ന് എനിക്ക് 100% ഉറപ്പുണ്ട്. കാരണം ശ്രീലക്ഷ്മിയുടെ അതേ മുഖച്ഛായയിൽ എങ്ങനെ ശ്രീരാഗ് വന്നു? അതും ഒരു ബന്ധവുമില്ലാതെ. ഈ ലോകത്ത് ഒരേ ചായയുള്ള 7 പേര് ഉണ്ടെന്നല്ലേ വെപ്പ്? ചിലപ്പോ അങ്ങനെ ആരെങ്കിലും ആയിക്കൂടെ? ആവാം. നിങ്ങൾ രണ്ടുപേരും എന്തായാലും സത്യം പറയില്ല എന്ന് എനിക്ക് ഉറപ്പുണ്ട്. എന്തായാലും പോലീസിൻ്റെ കാര്യങ്ങൾ ചെയ്തല്ലേ പറ്റൂ. അതുകൊണ്ട് ശ്രീരാഗിൻ്റെ ഫിംഗർ പ്രിൻ്റ് എടുക്കണം, ഞങ്ങൾക്ക് ടെസ്റ്റ് ചെയ്യണം. താൻ കുറ്റവാളിയല്ല എന്നുണ്ടെങ്കിൽ അത് പറയുമല്ലോ. ഫിംഗർ പ്രിൻ്റ് ഒരിക്കലും നുണ പറയില്ലല്ലോ. സാറിൻ്റെ ഫിംഗർ പ്രിൻ്റ് എടുത്തോ, അതിൽ എനിക്കൊരു ബുദ്ധിമുട്ടുമില്ല. പിന്നെ സാറിൻ്റെ അടുത്ത് എനിക്കൊരു കാര്യം പറയാനുണ്ട്. ഈ കേസ് സാർ എന്തായാലും ജയിക്കാൻ പോകുന്നില്ല. കാരണം പോലീസിനും കോടതിക്കും വേണ്ടത് തെളിവുകളാണ്. ആ തെളിവുകൾ ഞങ്ങളെ വെച്ചുണ്ടാക്കാൻ സാറിനൊരിക്കലും പറ്റില്ല. അതുകൊണ്ടാണ് പറഞ്ഞത്, ഞങ്ങളാ കൊലപാതകം ചെയ്തതെന്ന് സാറിന് ഒരിക്കലും തെളിയിക്കാൻ പറ്റില്ല. ഈ കേസ് ജയിക്കാൻ പറ്റുമോ ഇല്ലേന്ന് നമുക്ക് നോക്കാം. തെളിവ് ഞാനുണ്ടാക്കിക്കോളാം. സാർ, ഫിംഗർ പ്രിൻറ്റിൻ്റെ റിപ്പോർട്ട് വന്നു. റിപ്പോർട്ട് പോസിറ്റീവാണോ നെഗറ്റീവാണോ? നെഗറ്റീവാണ് സാർ. ശ്രീരാഗിൻ്റെ ഫിംഗർ പ്രിൻറ്റും ബോഡിയിൽ നിന്ന് കിട്ടിയ ഫിംഗർ പ്രിൻറ്റും മാച്ച് ആവുന്നില്ല. What the fuck? ഇതെന്താ ഇങ്ങനെ? അപ്പൊ പിന്നെ രണ്ടുപേരുടെ ഫിംഗർ പ്രിന്റ് മാച്ച് ആവുന്നില്ലെങ്കിൽ പിന്നെ പിന്നെ ആരെ കൊലപാതകി? എനിക്ക് സംതിങ് ഈസ്, ഐ ഡോണ്ട് നോ വാട്ട്സ് ഹാപ്പനിങ്. വേണു, ഒരു ഇമ്പോർട്ടൻ്റ് കാര്യം പറയാനാണ് വന്നത്. കേസിൽ ഇവർ രണ്ടുപേരെ പിടിച്ചിട്ടും ഇവർ രണ്ടുപേരുംക്കെതിരെ നമുക്ക് ഒരു തെളിവും കണ്ടെത്താൻ പറ്റിയില്ല. സോ നമുക്ക് തെളിവ് കിട്ടാത്ത സാഹചര്യത്തിൽ ഇവരെ അങ്ങനെ കസ്റ്റഡിയിൽ വയ്ക്കാനും പറ്റില്ല. നമുക്ക് ഇവരെ വിട്ടയക്കാൻ അല്ലാതെ വേറെ നിവൃത്തിയില്ല. തനിക്കറിയാലോ, തെളിവുകൾ കിട്ടാത്ത സാഹചര്യത്തിൽ ഒരു ദിവസത്തിൽ കൂടുതൽ നമുക്ക് പ്രതിയെ ഒരു കാര്യവും ഇല്ലാതെ നമുക്ക് കസ്റ്റഡി വയ്ക്കാൻ പറ്റില്ല. പിന്നെ ഒന്നില്ലെങ്കിൽ മജിസ്ട്രേറ്റിന് മുന്നിൽ ഹാജരാക്കണം. ഇത് തെളിവുകളില്ലാതെ നമ്മൾ എന്തിൻ്റെ റീസണിലാണ് ഒരു പ്രതിയാണെന്ന് പറഞ്ഞിട്ട് മജിസ്ട്രേറ്റിന് മുന്നിൽ ഹാജരാക്കുക? സോ എൻ്റെ തീരുമാനപ്രകാരം റിലീസ് ദം. കാരണം ഇവർ അല്ല തെറ്റുകാരെന്ന് എനിക്ക് തോന്നുന്നത്. സർ, പക്ഷേ എനിക്കിവരെ സംശയമുണ്ട്. സംശയത്തിൻ്റെ പേരിൽ നമുക്ക് ആരെയും പ്രതിയായിട്ട് മുദ്രകുത്താൻ പറ്റില്ലല്ലോ വേണു. ഒരു സംശയത്തിൻ്റെ പേരിൽ ഇവരെത്ര നാൾ ഇങ്ങനെ പിടിച്ചിടാൻ പറ്റും? ഒരു ചെറിയ തെളിവ് പോലും ഇവർക്കെതിരെ നമ്മുടെ കയ്യിലില്ല. പിന്നെ എങ്ങനെയാ? തൻ്റെ അവസ്ഥ എനിക്ക് മനസ്സിലാവും. പിന്നെ വേറൊരു കാര്യമുണ്ട്. ഈ കേസ് ക്ലോസ് ചെയ്യാനാണ് ഇപ്പോൾ ഡിപ്പാർട്ട്മെൻറ്റ് പറയുന്നത്. കാരണം നമുക്ക് തെളിവുകളൊന്നും ഇല്ലാത്ത സാഹചര്യത്തിൽ ഈ കേസ് ഇനി മുന്നോട്ട് കൊണ്ടുപോകണ്ട എന്നാണ് തീരുമാനം. താൻ വിഷമിക്കണ്ട, വിട്ടുകള, ജസ്റ്റ് ക്ലോസ് ദ കേസ്. ഓഹോ, അപ്പോൾ അതുവരെ ഈ കാര്യങ്ങളല്ലേ? ഓക്കെ സാർ, ഇറ്റ്സ് നോട്ട് എ പ്രോബ്ലം. നമുക്കെപ്പോഴും വിജയം കിട്ടില്ലല്ലോ. ശ്യാം, അവർ രണ്ടുപേരെ റിലീസ് ചെയ്തേക്കൂ. ഇനിയിപ്പോൾ നമുക്ക് ഈ കേസ് അന്വേഷിക്കേണ്ടല്ലേ സാർ?
ശ്രീരാഗ്, നീ എന്താ ഇവിടെ? അതൊക്കെ പറയാം. ആ, വേണു സാറില്ലേ, ഞാൻ സാറിനെ കാണാൻ വന്ന അല്ല, ഞാൻ മാത്രമല്ല, ഇത് എൻ്റെ ഫ്രണ്ട് റോഹൻ. ഞങ്ങൾ സാറിനെ കാണാൻ വന്നതാ. എനിക്കറിയാളെ, ഫോട്ടോയിൽ ഞാൻ കണ്ടിട്ടുണ്ട് റോഹനെ. വേണുട്ടൻ കുളിക്കുക. നിങ്ങൾ ഇരിക്കി, ഞാനിപ്പോൾ വിളിക്കാം. നിങ്ങൾ രണ്ടുപേരും എന്താ ഇവിടെ? കേസൊക്കെ ക്ലോസ് ചെയ്തു. നിങ്ങൾ ഇപ്പോൾ സ്വതന്ത്രരാ. എന്തിനാ ഇപ്പോൾ ഇങ്ങോട്ട് വന്നിരിക്കുന്നത്? സോറി പറയാൻ. ആക്ച്വലി സാറിനെ പോലൊരു ഉദ്യോഗസ്ഥൻ്റെ അടുത്ത് കള്ളം പറയേണ്ടി വന്നതിൽ ഞങ്ങളോട് ക്ഷമിക്കണം. ആ, പിന്നെ ഞങ്ങൾ ഒരു പ്രധാനപ്പെട്ട കാര്യം പറയാൻ വേണ്ടിയാണ് വന്നത്. നിങ്ങൾക്ക് രക്ഷപ്പെടാൻ വേണ്ടി നിങ്ങൾ കള്ളം പറഞ്ഞു. അതിന് എൻ്റെ അടുത്ത് സോറി പറയേണ്ട ആവശ്യമൊന്നുമില്ല. സോറി പറയേണ്ട ആവശ്യമുണ്ട് സാർ. ആക്ച്വലി വേറെ ഏതൊരു പോലീസ് ഓഫീസറായിരുന്നാലും കുറ്റം തെളിയിക്കാൻ ഒരുപാട് വഴിയുണ്ട്. അവർ ചിലപ്പോൾ ഞങ്ങളെ തല്ലി കുറ്റം സമ്മതിപ്പിക്കും, അല്ലെങ്കിൽ ഞങ്ങൾക്കെതിരെ കള്ളത്തെളിവുകൾ ഉണ്ടാക്കും. സാറ് അത്ര സിൻസിയർ ആയതുകൊണ്ടാണ് സാർ അതിനൊന്നും മുതിരാതിരുന്നത്. അത് ഞങ്ങൾക്ക് നന്നായിട്ടറിയാം. അതുകൊണ്ട് തന്നെയാണ് ഞങ്ങൾ ഇങ്ങോട്ട് വന്നത്, സാറിൻ്റെ അടുത്ത് ഒരു സത്യം പറയാൻ വേണ്ടിയിട്ട്. സാറ് സത്യങ്ങളൊക്കെ അറിയണമെന്ന് ഞങ്ങൾക്ക് തോന്നി, അതാണ് ഞങ്ങൾ ഇങ്ങോട്ട് വന്നത്. അതെല്ലാം പറയുന്നതിന് മുൻപ് സാറ് ഞങ്ങൾക്കൊരു വാക്ക് തരണം. ഒരിക്കലും നമ്മൾ 4 പേരും അല്ലാതെ ഇനി 5-മതൊരാൾ ഈ ഒരു കാര്യം അറിയരുത്. സർ, പ്ലീസ് പ്രോമിസസ്. ഓക്കെ, നമ്മൾ 4 പേരല്ലാതെ വേറൊരാൾ ഇതറിയില്ല. ഐ പ്രോമിസ് യു. എനിക്കും സത്യങ്ങൾ അറിയണമെന്നുണ്ടായിരുന്നു. നിങ്ങളല്ലെങ്കിൽ പിന്നെ ആരാ ആ കൊലപാതകം ചെയ്തത്? ഞാൻ. ആ 2 കൊലപാതകം ചെയ്തത് ഞാൻ തന്നെയാണ്. ഹൗ ഈസ് പോസിബിൾ? എന്നിട്ട് ഫിംഗർ പ്രിൻ്റ് എന്താ മാച്ച് ആവാതിരുന്നത്? എനിക്ക് ഒന്നും മനസ്സിലാവുന്നില്ല. അത് ആക്ച്വലി ഞാൻ ശ്രീരാഗല്ല, ശ്രീലക്ഷ്മിയാണ്. അതിനു മുൻപ് സാറ് ഫ്ലാഷ് ബാക്ക് അറിഞ്ഞിരിക്കണം. എന്നാലേ സാറിന് എല്ലാം വ്യക്തമായിട്ട് മനസ്സിലാവുള്ളൂ. അന്ന് ഓപ്പറേഷൻ കഴിഞ്ഞതിന് ശേഷം ഞാൻ കോമയിലായിരുന്നു 1 വർഷത്തോളം. 1 വർഷത്തിന് ശേഷം ഞാൻ റിക്കവേർഡായി. അത് സത്യത്തിൽ ആർക്കും അറിയില്ലായിരുന്നു. പിന്നീട് ഒരു തരം വിഷമവും വേദനയും എല്ലാമായിരുന്നു. കാരണം മനുഷ്യരുടെ ജീവന് ഒരു വിലയും കൽപ്പിക്കാതെ അവർ 2 പേരും ചെയ്ത ക്രൂര കർമ്മങ്ങൾ ഞങ്ങൾ അനുഭവിച്ചതാണ്. ഞങ്ങൾ മാത്രമല്ല, ഇതിനു മുൻപും ഒരുപാട് പേര് അനുഭവിച്ചിട്ടുള്ളതാണ്. ഇനിയും അവരെ ജീവിക്കാൻ അനുവദിച്ച അവർ ഇനിയും ഇതുപോലെ പാവങ്ങളെ ഒരാവശ്യമില്ലാതെ ദ്രോഹിക്കുമെന്ന് ഞങ്ങൾക്ക് തോന്നി. അതുകൊണ്ടാണ്. പക്ഷേ നീ ഈ ആൺരൂപം ശ്രീലക്ഷ്മി എങ്ങനെ ശ്രീരാഗായി? കോമയിൽ നിന്നുണർന്ന് എല്ലാ സത്യങ്ങളും അറിഞ്ഞു കഴിഞ്ഞപ്പോൾ ശ്രീ എൻ്റെ അടുത്ത് പറഞ്ഞ ഒരേ ഒരു ആഗ്രഹം ഇതായിരുന്നു: മനുഷ്യജീവന് ഒരു വിലയും കൽപ്പിക്കാത്ത അവരെ 2 പേരെ അങ്ങ് തീർത്ത് കളയുക എന്നുള്ളത്. പക്ഷേ ഞങ്ങൾ കണ്ട ഒരു സ്വപ്നമുണ്ട്. ഞങ്ങളുടെ ജീവിതം, ഞങ്ങൾ ഒരുമിച്ച് ജീവിക്കാൻ ആഗ്രഹിച്ച ആ ഒരു ജീവിതത്തിന് ഒരു പ്രശ്നവും ഉണ്ടാവാൻ പാടില്ല. അതുകൊണ്ട് തന്നെ കൊലപാതകം നടത്തിയാലും ഒരു തെളിവും ബാക്കി വയ്ക്കാതെ വേണം ചെയ്യാൻ. അങ്ങനെ ഉറപ്പിച്ചു. പിന്നെ അങ്ങനെ ഓരോന്ന് ആലോചിച്ചിട്ടപ്പോഴാണ് എൻ്റെ അച്ഛൻ്റെ ഫ്രണ്ട് ഡോക്ടർ, ആള് അമേരിക്കയിലെ വലിയ വിദഗ്ധനായ പ്ലാസ്റ്റിക് സർജനാണ്. അദ്ദേഹത്തെ പോയി കണ്ട് സംസാരിച്ചു. എന്നിട്ട് ശ്രീയുടെ ഓപ്പറേഷൻ നടത്തി ശ്രീലക്ഷ്മിനെ ശ്രീരാഗാക്കി. ഓക്കെ, ഇപ്പം എനിക്ക് എല്ലാം വ്യക്തമായി. ആസ് എ പോലീസ് ഓഫീസർ എനിക്കൊരിക്കലും നിങ്ങളെ സപ്പോർട്ട് ചെയ്യാൻ പറ്റില്ല. പക്ഷേ ആസ് എ ഹ്യൂമൻ ബീയിങ് നിങ്ങളുടെ നിരപരാധിത്വം എനിക്ക് മനസ്സിലാവും. കാരണം ഇങ്ങനെയുള്ളവർ മരിക്കേണ്ടവർ തന്നെയാണ്.
അന്ന് നിങ്ങളുടെ കേസിൽ അവരെ വെറുതെ വിട്ടപ്പോൾ ശരിയാ, പാവപ്പെട്ടവർക്ക് നീതി കിട്ടാൻ കുറച്ച് ബുദ്ധിമുട്ടാണ്. സാരമില്ല, എന്തായാലും നിങ്ങൾ ജയിച്ചല്ലോ, മതി. എന്തായാലും ഇവിടെ നിന്ന് പൊക്കോ. ഇനിയിപ്പോൾ അധിക നേരം ഇവിടെ നിൽക്കണ്ട. എനിവേസ്, എന്തായാലും ഒരു സൽക്കർമ്മം ആണ് ചെയ്തതുകൊണ്ട് മാത്രം ഞാൻ വെറുതെ വിടുന്നു. ശരി, ഇനി എപ്പോഴെങ്കിലും കാണാം. അല്ല, ഒരു ചെറിയ സംശയം. ഇവൻ ശ്രീരാഗായി മാറി. ഇനി നിങ്ങളെങ്ങനെ കല്യാണം കഴിക്കും? പ്രണയത്തിന് അങ്ങനെ രൂപവും ഭാവവും ഒന്നുമില്ലല്ലോ സാർ. ഞാനിവളെ സ്നേഹിച്ചത് ഇവളെ രൂപം കണ്ടിട്ടൊന്നുമല്ല, ഇവളുടെ മനസ്സ് കണ്ടിട്ടാ. അതുകൊണ്ട് കാണുന്നവർക്ക് ചിലപ്പോൾ ഞങ്ങൾ ഗേ കപ്പിൾസ് ആയെന്ന് തോന്നാം. പക്ഷേ എനിക്കറിയാലോ ഇതെൻ്റെ സ്ത്രീയാന്നുള്ളത്. അതുമാത്രമല്ല സാർ, നാളെ ഞങ്ങൾ സ്റ്റേറ്റ്സിലേക്ക് പോവാം. അവിടെ വെച്ചിട്ട് ഇവളെ ഞാൻ അങ്ങ് കെട്ടും. ഇവളുടെ അമ്മേനും കൂടെ കൂട്ടുന്നുണ്ട്. സാറിൻ്റെയും മൃദുല മേഡത്തിൻ്റെയും എല്ലാ അനുഗ്രഹങ്ങളും ഉണ്ടായിരിക്കണം. അത് ശരിയാ. എന്തായാലും ഗുഡ് ലക്ക് ഫോർ യുവർ ഫ്യൂച്ചർ. എന്താണ് മിസ്റ്റർ ഒരു കള്ളനോട്ടം? ആദ്യമായിട്ട് ഒഫീഷ്യലി നീ എൻ്റെ ഭാര്യയായിട്ട് ദാ എൻ്റെ മുന്നിൽ ഇങ്ങനെ നിൽക്കല്ലേ, അപ്പോൾ അതുകൊണ്ട് ഇങ്ങനെ നോക്കിപ്പോയതാ. ഓഹോ റോഹ, എനിക്ക് വിശ്വസിക്കാൻ പറ്റുന്നില്ല. ഞാൻ ഇത്രയും വലിയ പ്രശ്നത്തിൽ നിന്ന് ഇങ്ങനെ രക്ഷപ്പെട്ട് നമ്മൾ ആഗ്രഹിച്ച ജീവിതം നമ്മൾ ജീവിക്കാൻ പോവാ. എനിക്ക് എങ്ങനെ എൻ്റെ സന്തോഷം പറയേണ്ടതെന്ന് മനസ്സിലാവുന്നില്ല. അത് പറയാൻ നീ അധികം ബുദ്ധിമുട്ടണ്ട. അത് നിൻ്റെ കണ്ണ് കണ്ടാലും നിൻ്റെ ഫേഷ്യൽ എക്സ്പ്രഷൻ കണ്ടാലും എനിക്ക് മനസ്സിലാവും. നീ അതൊക്കെ വിട്. പാസ്റ്റ് ഈസ് പാസ്റ്റ്. എല്ലാം കഴിഞ്ഞു. ഇനി നമ്മൾ ഒരുമിച്ചുള്ള സന്തോഷകരമായ ജീവിതം ഇന്നു മുതൽ തുടങ്ങാൻ പോവാ. നീ അതിനെക്കുറിച്ച് ചിന്തിക്കുക. താങ്ക് യു റോഹ. താങ്ക് യു സോ മച്ച് ഫോർ ഓൾവേസ് സപ്പോർട്ടിങ് മീ ആൻഡ് ഓൾവേസ് ബി വിത്ത് മീ. ഐ ലവ് യു സോ മച്ച്. എടാ, നീ ഇങ്ങനെ ഫസ്റ്റ് നൈറ്റിൽ സെൻറ്റി അടിക്കാതെ നമുക്കേ നമ്മുടെ ജീവിതം ജീവിച്ചു തുടങ്ങണ്ടേ? എടാ, അതെങ്ങനെ ശരിയാവും? നമ്മൾ രണ്ടും ബോയ്സ് അല്ലേ. അപ്പോൾ അതോർത്ത് മോൻ ടെൻഷൻ അടിക്കേ വേണ്ട. ചേട്ടൻ എല്ലാം ചെയ്തോളാം.